നമ്മുടെ രാജ്യത്ത് എവിടെയെങ്കിലും ഭീകരാക്രമണം ഉണ്ടായാൽ ഉടനെ ചില ആളുകൾ സമൂഹ മാധ്യമങ്ങളിൽ വന്നിരുന്നുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മുസ്ലിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഭീകരാക്രമണത്തെ തള്ളിപ്പറയാത്തത്? മുസ്ലിങ്ങൾ തള്ളിപ്പറയാത്തതുകൊണ്ടല്ലേ നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിൽ ഭീകരാക്രമണങ്ങൾ ആവർത്തിക്കപ്പെടുന്നത്? കുറ്റകൃത്യങ്ങളിൽ പിടിക്കപ്പെടുന്നവരുടെ മതം നോക്കി അതാത് മതവിശ്വാസികൾ തള്ളിപ്പറയുകയോ പ്രതികരിക്കുകയോ ചെയ്യുന്ന ഒരു കീഴ്വഴക്കം ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒരു കീഴ്വഴക്കം തുടങ്ങിവെക്കുന്നത് ആരോഗ്യകരമാണോ അഭികാമ്യമാണോ? ആണെങ്കിൽ ഒരു വാർത്ത ഞാനും നിങ്ങളുമായി പങ്കുവെക്കാം. നിങ്ങളിൽ പലരും ഇതിനോടകം തന്നെ ഈ വാർത്ത കണ്ടിട്ടുണ്ടാവും. സംഗതി രാജ്യദ്രോഹ കേസാണ്. നമ്മുടെ രാജ്യത്തിരുന്നുകൊണ്ട് പാകിസ്ഥാന് നമ്മുടെ രാജ്യത്തിന്റെ രഹസ്യ വിവരങ്ങൾ ചോർത്തിക്കൊടുത്ത കേസിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ രണ്ടുപേരും ഹിന്ദുക്കളാണ്. ഒരാളുടെ പേര് രോഹിത് എന്നാണെങ്കിൽ മറ്റൊരാളുടെ പേര് ശാന്തി എന്നാണ്. രാജ്യത്തെ ശത്രു രാജ്യമായ പാകിസ്ഥാൻ ഒറ്റിക്കൊടുത്ത ഈ ദേശദ്രോഹികളെ, ഈ ഹൈന്ദവ നാമധാരികളെ ഇവിടുത്തെ ഹിന്ദുക്കൾ തള്ളിപ്പറയുമോ? ഏതെങ്കിലും ഹൈന്ദവ സംഘടന അതിനുവേണ്ടി മുന്നിട്ടിറങ്ങുമോ? പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിൽ വന്ന് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ പിടിക്കപ്പെടുന്ന പ്രതികളെല്ലാം മുസ്ലിങ്ങളാണെങ്കിൽ ആ ഭീകരവാദികൾക്ക് ഇന്ത്യയിലേക്ക് വരാനുള്ള റൂട്ട് മാപ്പടക്കം രാജ്യത്തിന്റെ രഹസ്യ സ്വഭാവമുള്ള മുഴുവൻ രേഖകളും ചോർത്തിക്കൊടുക്കുന്നതിൽ പിടിക്കപ്പെടുന്നത് മുഴുവൻ ഹൈന്ദവരാണ്, ഹിന്ദു നാമധാരികളാണ്. ഇത്തരത്തിൽ ഭീകരവാദ കേസുകളിൽ, രാജ്യദ്രോഹ കേസുകളിൽ പിടിക്കപ്പെടുന്നവരുടെ മതവും പേരും നോക്കി എല്ലാവരും പ്രതികരിക്കാൻ തുടങ്ങിയാൽ അത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഗുരുതരമായ പ്രത്യാഘാതവും പ്രതിസന്ധിയും എത്രത്തോളം വലുതായിരിക്കുമെന്ന് എല്ലാവരും ആലോചിക്കേണ്ടതാണ്. അതുകൊണ്ട് ഇത്തരം കേസുകളിൽ പിടിക്കപ്പെടുന്നവരുടെ മതമോ പേരോ നോക്കാതെ രാജ്യം ഒന്നടങ്കം അവർക്കെതിരെ നിലപാടെടുക്കുകയും അവരെ തള്ളിപ്പറയാൻ തയ്യാറാവണമെന്നുള്ളതാണ് ഞങ്ങളുടെ പക്ഷം. അതല്ല മറിച്ചൊരു കീഴ്വഴക്കം തുടങ്ങിവെക്കാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ഞങ്ങൾക്കും അതേ തൂക്കത്തിലും അളവിലും രൂക്ഷമായി തന്നെ പ്രതികരിക്കേണ്ടി വരും, ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരും. നമ്മുടെ രാജ്യത്ത് ഇത്തരം ദേശദ്രോഹ കേസുകൾ ഉണ്ടാകുമ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങൾ എടുക്കുന്ന പണി എന്താണ്? ഇത്തരം വാർത്തകൾ ചെറിയൊരു കോളത്തിലൊതുക്കി അവഗണിക്കുകയാണ് മാധ്യമങ്ങൾ ചെയ്യാറ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് സമാനമായ വാർത്തകൾ ഒരു പരമ്പര പോലെ പുറത്തു വന്നിരുന്നു. അന്ന് നമ്മുടെ കേരളത്തിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ അടക്കം നടത്തിയ ചർച്ച ഏത് വിഷയമായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? നബീസുമ്മ എന്നൊരു മുസ്ലിം സ്ത്രീ മണാലിലേക്ക് ടൂർ പോയതിനെ വിമർശിച്ചുകൊണ്ട് ഒരു മുസ്ലിം പണ്ഡിതൻ നടത്തിയ പ്രസംഗത്തെ എടുത്തു വെച്ചുകൊണ്ട് പ്രൈം ടൈം അടക്കമുള്ള ചർച്ചകൾ ഇവിടുത്തെ മാധ്യമങ്ങൾ സംഘടിപ്പിച്ചു. ഇസ്ലാം നബീസുമ്മയ്ക്ക് കൊടുക്കുന്ന സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ വലിപ്പം എത്രയെന്നറിയാൻ മാധ്യമങ്ങൾ മത്സരിച്ച് അളവെടുക്കുന്ന ആ സമയത്ത് നമ്മുടെ രാജ്യത്തിരുന്നു കൊണ്ട് ഒരു വിഭാഗം ദേശദ്രോഹികൾ, ഹൈന്ദവ നാമധാരികൾ രാജ്യത്തിന്റെ രഹസ്യങ്ങൾ പാകിസ്ഥാന് ചോർത്തിക്കൊടുക്കുകയായിരുന്നു. പാകിസ്ഥാനിൽ നിന്നും തീവ്രവാദികൾക്ക് ഇന്ത്യയിൽ വന്ന് അക്രമം നടത്താനുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി അവരെ സഹായിക്കുന്നതിന്റെ തിരക്കിലായിരുന്നു. നബീസുമ്മയുടെ വിഷയം വലിയ ആവേശത്തിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നതിന്റെ അന്നും അതിന്റെ തലേന്നും പിറ്റേന്നുമൊക്കെ ഇത്തരത്തിലുള്ള വാർത്തകൾ ഒന്നിനു പിറകെ ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടേയിരുന്നു. പക്ഷേ മാധ്യമങ്ങൾ ചർച്ച ചെയ്തില്ല, തിരിഞ്ഞു നോക്കിയില്ല. നമ്മുടെ രാജ്യത്ത് ഭീകരവാദ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ ചർച്ചകൾ നടത്താൻ മാധ്യമങ്ങൾ കാണിക്കുന്ന ആവേശം, അത്തരം ഭീകരാക്രമണങ്ങളുടെ മുന്നൊരുക്കമെന്ന് പറയപ്പെടാവുന്ന ഇതേപോലെയുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ മാധ്യമങ്ങൾ ചെറിയ വാർത്തകളായി ഒതുക്കി അതിനെ അവഗണിക്കുകയാണ് പതിവ്. നമ്മുടെ രാജ്യത്ത് എവിടെയൊക്കെ ഭീകരാക്രമണങ്ങൾ ഉണ്ടായാലും മാധ്യമങ്ങളുടെ കുറ്റകരമായ ഈ മൗനവും അനാസ്ഥയും അതിന്റെ ഒരു കാരണം തന്നെയാണ്. അതുകൊണ്ട് ചെറിയൊരു കോളത്തിലൊതുക്കി മാധ്യമങ്ങൾ മനഃപൂർവ്വം ഒഴിവാക്കുകയോ അവഗണിക്കുകയോ ചെയ്യുന്ന ഇത്തരം ദേശദ്രോഹ വാർത്തകൾ ഞങ്ങൾ നിരന്തരം ജനങ്ങളിലേക്ക് എത്തിക്കും. ഇതിന്റെ ഗൗരവം ഞങ്ങൾ ജനങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും.